ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ സ്കൂൾ സമയത്ത് തൊട്ട് കേട്ടു തുടങ്ങിയിട്ടുള്ള തൃശ്ശൂരിലെ ചരിത്രപരമായ റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ ഇതാണ് തൃശ്ശൂരിൻ്റെ സ്വന്തം പത്തൻസ് ഹോട്ടൽ. ചെറുപ്പം മുതലേ ബന്ധുക്കളിൽ നിന്നും കേട്ട വാഗ്ദാനങ്ങളിൽ ഒന്നാണ് രാഗത്തിൽ സിനിമ കഴിഞ്ഞ് ഒന്നില്ലെങ്കിൽ പത്തൻസിൽ പോയി മസാല ദോശ കഴിക്കാം, അല്ലെങ്കിൽ സഫയറിൽ പോയി ബിരിയാണി കഴിക്കാം. അതിൽ ബിരിയാണി കഴിക്കൽ മാത്രമായിരുന്നു നടന്നത്. ഇതുവരെ ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇത് ആദ്യത്തെ പ്രാവശ്യമാണ്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണുന്നത് ഇവരുടെ ഒരു കളർഫുൾ ബേക്കറി ആണ്. ഇവിടെ ലിഫ്റ്റ് സർവീസ് ഉള്ളത് കൊണ്ട് എല്ലാ പ്രായക്കാർക്കും വന്ന് കഴിക്കാവുന്നതാണ്. നമുക്ക് എന്തായാലും സ്റ്റേഴ്സ് കയറി മുകളിലേക്ക് പോകാം. തൊട്ടടുത്ത ഫ്ലോറിൽ തന്നെയാണ് ഇവരുടെ റെസ്റ്റോറന്റ് വരുന്നത്. അപ്പൊ നമ്മൾ നേരെ വരുന്നത് ഇവരുടെ റിസപ്ഷൻ ഏരിയയിലേക്കാണ്. ഇവിടെ തന്നെ ഒരു ചെറിയ വെയിറ്റിംഗ് ഏരിയയും കാണാം. ഇതിന്റെ തൊട്ട് പിന്നിലായിട്ട് ഇവരുടെ ഓപ്പൺ ഡൈനിങ് സ്പേസും കാണാം. അപ്പൊ ഇതാണ് ഇവരുടെ വിശാലമായ കോമൺ ഡൈനിങ് ഏരിയ. വളരെ സിമ്പിൾ, നീറ്റ് ആൻഡ് ക്രൗഡഡ് ആംബിയൻസ് പോലെയാണ് ഫീൽ ചെയ്തത്. മാഡമാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. അതേപോലെ തൊട്ടടുത്തുള്ളത് റെസ്റ്റോറന്റ് മാനേജറായ രഘുചേട്ടനാണ്. നമുക്ക് എന്തായാലും ഇവരുടെ AC ഡൈനിങ് റൂമിലേക്ക് ഒന്ന് കടന്നു നോക്കാം. ഇവിടെ സെപ്പറേറ്റ് സീറ്റിംഗ് ചാർജസ് ആയതുകൊണ്ട് ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഇരുന്ന് ഇവരുടെ മെനു ഒക്കെ ഒന്ന് നോക്കാം. മെനു കണ്ടപ്പോൾ വളരെ റീസണബിൾ ആയിട്ടാണ് തോന്നിയത്. ഒരുവിധം എല്ലാ കാറ്റഗറീസിലുമുള്ള ഐറ്റംസ് ഉണ്ട്. ഇത് കൂടാതെ ഇവർക്ക് ഒരു സ്പെഷ്യൽ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് മെനുവും ഉണ്ട്. അപ്പൊ ഇവർ സജസ്റ്റ് ചെയ്ത കുറച്ച് ഐറ്റംസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. ആദ്യം എത്തിയത് ഇവരുടെ സ്പെഷ്യൽ മീൽസ് ആണ്. ഇതിൽ പൈനാപ്പിൾ പച്ചടി വരുന്നുണ്ട്, മസാലക്കറി വരുന്നുണ്ട്, ക്യാബേജ് തോരൻ വരുന്നുണ്ട്, അച്ചാർ വരുന്നുണ്ട്, രസം വരുന്നുണ്ട്, സാമ്പാർ വരുന്നുണ്ട്, പായസം വരുന്നുണ്ട്, പരിപ്പ് കറി വരുന്നുണ്ട്, കൊണ്ടാട്ടമുളക് വരുന്നുണ്ട്, തൈര് വരുന്നുണ്ട്, പിന്നെ പപ്പടം വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു റേറ്റിന് നല്ല വെർത്ത് ആയിട്ടുള്ള മീൽസ് പോലെയാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും കുറച്ച് സാമ്പാർ ഒഴിച്ച് കുറച്ച് പപ്പടം പൊട്ടിച്ച് ഇതെല്ലാം കൂട്ടിക്കുഴച്ചൊരു പിടിപിടിച്ച് നോക്കാം. കൊള്ളാം, നല്ല ചൊടിയുള്ള സാമ്പാറാണ്. ഇനി നമുക്ക് ലേശം പൈനാപ്പിൾ പച്ചടി, കുറച്ച് മസാലക്കറി, കുറച്ച് ക്യാബേജ് തോരൻ, പിന്നെ കുറച്ച് അച്ചാറും എടുത്ത് എല്ലാം കൂട്ടിക്കുഴച്ച് ആ പപ്പടം പൊട്ടിച്ച് ഒന്നും കൂടി ഒരു പിടിപിടിച്ച് നോക്കാം. കൊള്ളാം, ആ പൈനാപ്പിൾ പച്ചടിയുടെ ടേസ്റ്റ് ആണ് കൂടുതലും കിട്ടിയത്. പിന്നെ ഇവരുടെ പരിപ്പ് കറി ഒഴിച്ച് കുറച്ച് കഴിച്ചു നോക്കി. ഇനി നമുക്ക് ഇവരുടെ രസം ഒന്ന് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ല ചൊടിയുള്ള രസമാണ്. ഇനി കൊണ്ടാട്ടമുളക് വേണ്ടവർക്ക് അതുമുണ്ട്. ഇനി നമുക്ക് ഇവരുടെ പായസം ഒന്ന് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ല മധുരമുള്ള അരിപ്പായസമാണ്. പായസം ലവേഴ്സിന് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇവരുടെ ഒരു കറി ഐറ്റമാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം മറ്റൊരു കറി ഐറ്റം വന്നിട്ടുണ്ട്. ഇതിന് പിന്നാലെ തന്നെ വലിയൊരു പൂരി പോലെ ഒരു ഐറ്റം വന്നിട്ടുണ്ട്. പിന്നെ 2 വെറൈറ്റിയുള്ള ഫ്രൈഡ് റൈസ് ഐറ്റമാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവരുടെ ഫ്രൈഡ് റൈസിന്റെ കൂടെയും കറിയുടെ കൂടെ ഒക്കെ റൈത്തയും വരുന്നുണ്ട്. പിന്നെ നല്ല ചൂട് വടയും വന്നിട്ടുണ്ട്. നല്ല ചൂട് ക്രിസ്പി ബട്ടൂരയാണ് നേരത്തെ വന്നത്, പൂരിയല്ല. അപ്പൊ ഇത് ഒരു സ്പെഷ്യൽ സെറ്റ് മീലാണ്, ബട്ടൂര വിത്ത് ചന്ന മസാല. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ബട്ടൂര കഴിക്കുന്നത്. അപ്പൊ നമുക്ക് അത് ഈ ചന്ന മസാലയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. അതാണ് ഇതിന്റെ കോമ്പിനേഷൻ. നല്ലൊരു ഫ്ലേവേഴ്സും അരോമ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല പെർഫെക്റ്റ് ചന മസാല, നല്ല ഫ്ലേവർസം ആയിട്ടുള്ള ഒരു കറി തന്നെയാണ്. ഇനി നമുക്ക് ലേശം ബട്ടൂര പൊട്ടിച്ച് ആ റൈത്തയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആദ്യമായിട്ടാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. കൊള്ളാം, അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ വരുന്നു ഒരു ബാഹുബലി ഐറ്റം. ഒരു രക്ഷയുമില്ല. ഇവിടെ എല്ലാം കിങ് സൈസ് ആണെന്ന് തോന്നുന്നു. ഇതിന്റെ കൂടെ 4 സൈഡ്സ് വരുന്നുണ്ട്. വെള്ള ചട്നിയുടെ 2 പ്ലേറ്റും പിന്നെ ഒരു തക്കാളി ചട്നിയും സാമ്പാറാന്ന് തോന്നുന്നു. പിന്നെ ഒരു കളർഫുൾ നൂഡിൽസും വന്നിട്ടുണ്ട്. ഇവരുടെ പേപ്പർ റോസ്റ്റിന്റെ ഒരു ക്വാളിറ്റിയാണത്, ഒരു രക്ഷയുമില്ല. ശരിക്കും കുപ്പിച്ചില്ലൊക്കെ പൊട്ടിക്കുന്ന ഒരു പ്രതീതിയാണ്. അത്രയ്ക്കും ക്രാക്ലിംഗ്, പക്ഷെ ട്രേസിംഗ് പേപ്പർ പോലെ തിന്നായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇത് ഇവരുടെ വെള്ള ചട്നിയും കൂടി കൂട്ടി കഴിച്ചു നോക്കിയപ്പോ ഒരു രക്ഷയില്ല. നല്ല കിഡിലൻ തേങ്ങാ ചട്നി. ഇത് ഇവരുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം തന്നെയാണെന്ന് തോന്നുന്നു. കാരണം എല്ലാത്തിന്റെയും കൂടെ ഈ വെള്ള ചട്നി സെർവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവരുടെ തക്കാളി ചട്നി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. സാധാരണഗതിയിൽ എനിക്ക് തക്കാളി ചട്നി ഇഷ്ടമാവാറ്, പക്ഷെ ഇവിടെ തേങ്ങാ ചട്നി തന്നെയാണ് ഇവരുടെ താരം. പിന്നെ ലാസ്റ്റ് കുറച്ച് പേപ്പർ റോസ്റ്റ് പൊട്ടിച്ച് ഇവരുടെ സാമ്പാറും കൂട്ടി കഴിച്ചു നോക്കി. അത് നമ്മൾ മുമ്പ് മീൽസിന്റെ കൂടെ ടേസ്റ്റ് ചെയ്ത അതേ സാമ്പാർ തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവരുടെ തേങ്ങാ ചട്നി തന്നെയാണ്. ഒരു അഡിക്റ്റീവ് ഫ്ലേവർ തന്നെയായിരുന്നു. ഇവരുടെ പേപ്പർ റോസ്റ്റ് ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ്. ഇത്രയും നല്ല ക്വാളിറ്റി വേറെ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ ഇവര് മസാല ദോശയ്ക്ക് ഫേമസ് ആയതുകൊണ്ട് 2 ഫ്ലേവറിലുള്ള മസാല ദോശയാണ് പറഞ്ഞത്.
കുറച്ചു നേരം കഴിഞ്ഞെങ്കിലും വടയ്ക്ക് നല്ല ക്രിസ്പിനെസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് സെറ്റ് ആയിട്ടല്ല, ഇത് എണ്ണത്തിനാണ് റേറ്റ് വരുന്നത്. അപ്പൊ 22 രൂപയാണ് ഒരു വടയ്ക്ക് വരുന്നത്. അപ്പൊ സാമ്പാർ വട ഐറ്റം പോലെ സാമ്പാറിൽ മുക്കിയിട്ടാണ് ആദ്യം കഴിച്ചത്. കൊള്ളാം, നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. പിന്നെ കുറച്ച് വട എടുത്ത് ആ തക്കാളി ചട്നി കൂട്ടി കഴിച്ചു നോക്കി. പക്ഷെ ഇതിലും എനിക്ക് ഇഷ്ടമായത് ഇവരുടെ തേങ്ങാ ചട്നിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ 2 പൊറോട്ടയാണ് വന്നത്. അതിനുശേഷം ഇവരുടെ കുറച്ച് സ്പെഷ്യൽ ഹോട്ട് ബേവറേജസും വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കഴിച്ച സ്ഥിതിക്ക് ഇവരുടെ ആ ഒരു ടീ ഒന്ന് കുടിച്ചു നോക്കാം. നല്ല കിടിലൻ അടിച്ച ചായ, കുറച്ചൊന്ന് ഉഷാറായ പോലെ തോന്നി. അപ്പൊ മസാല ദോശയിൽ ഒരെണ്ണം പറഞ്ഞത് ഇവരുടെ മൈസൂർ മസാല ദോശയാണ്. അപ്പൊ ഇത് ഇപ്പൊ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ്, ആ പൊടിയൊക്കെ ഇട്ടിട്ടുള്ള. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം, ആ ഒരു പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു മസാല ദോശയാണ്. അതേപോലെ ഇഷ്ടം പോലെ മസാല വരുന്നുണ്ട്. ഇതിനും ആ 3 കോമ്പിനേഷൻ തന്നെയാണ്. തേങ്ങാ ചട്നി വരുന്നുണ്ട്, തക്കാളി ചട്നിയും സാമ്പാറും വരുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഈ ഒരു സിസ്റ്റം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അതായത് സൗത്ത് ഇന്ത്യൻ ഡിഷസിന്റെ കൂടെ 3 തരം സൈഡ്സ് വരുന്നുണ്ട്. അതേപോലെ നോർത്ത് ഇന്ത്യൻ ഡിഷസിന്റെ കൂടെ റൈത്തയും വരുന്നുണ്ട്. പിന്നെ ഒരു ചൈനീസ് ഐറ്റം ആണ് വന്നത്. അപ്പൊ നമുക്കിനി ഇവരുടെ സ്പെഷ്യൽ സാഫ്രൻ ടീ ഒന്ന് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതൊരു മസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. കൊള്ളാം, ആ സാഫ്രന്റെ ഫ്ലേവർ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല റിച്ച് സാഫ്രൻ ടീ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ പനീർ ബട്ടർ മസാല ദോശയാണ്. ഇത് ഇവരുടെ മെനുവിലുള്ള 2ാമത്തെ ഹയസ്റ്റ് റേറ്റ് ഉള്ള ഐറ്റമാണ്. ഏറ്റവും ഹയസ്റ്റ് റേറ്റ് വരുന്ന ഐറ്റമും ഇവരുടെ ഒരു സ്പെഷ്യൽ ദോശ തന്നെയാണ്, 220 റുപ്പീസ്. അപ്പൊ നമുക്ക് ഈ ഒരു ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം, നല്ല അടിപൊളി പനീർ ബട്ടർ മസാലയാണ് ഇതിന്റെ ഫില്ലിംഗ് ആയിട്ട് വരുന്നത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ചെറിയ പീസ് പനീറാണെന്ന് മാത്രം. ഇതിനും അതേ 3 സൈഡ്സ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ റേറ്റിൽ നിന്ന് മനസ്സിലാക്കാം ഇവരുടെ മസാല ദോശ എത്ര സ്പെഷ്യൽ ആണെന്ന്. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഇവരുടെ മിൽക്ക് ഹോർലിക്സ് ആണ്. അപ്പൊ ഇത് കണ്ടപ്പോ പണ്ട് കാലങ്ങളിൽ ബന്ധുവീടുകളിൽ പോയപ്പോ ഹോർലിക്സ് കുടിച്ച ആ നോസ്റ്റു ഫീലിംഗ് ആണ് കിട്ടിയത്. അന്ന് കുടിച്ചതിന് ശേഷം ഇന്നാണ് കുടിക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ പൊറോട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ പൊറോട്ട സാധാരണ കാണുന്നത് പോലെ ക്രിസ്പി ആൻഡ് ഫ്ലേക്കി അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. അത്യാവശ്യത്തിന് നല്ല വലിപ്പമുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഇവരുടെ പനീർ ബട്ടർ മസാല കറി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ഇതിൽ നല്ല വലിയ പീസ് പനീറാണ് വരുന്നത്. ഇതിൽ നിന്നും നല്ല ഒരു ടെംപ്റ്റിംഗ് ഫ്രേഗ്രന്റ് അരോമയും വരുന്നുണ്ട്. അടിപൊളി, ഇവരുടെ മസാല ദോശയിലുള്ള അതേ ടേസ്റ്റ് തന്നെയാണ് ഫീൽ ചെയ്തത്. അപ്പൊ നേരത്തെ വന്ന ചൈനീസ് ഐറ്റം ഇവരുടെ ഡ്രാഗൺ പനീറാണ്. വളരെ ടെംപ്റ്റിംഗ് ആൻഡ് അട്രാക്റ്റീവ് ലുക്കാണ് ഇതിന്. ശരിക്കും ആ ടിപ്പിക്കൽ ചൈനീസ് സ്റ്റാർട്ടറിന്റെ ഒരു ലുക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു വലിയ പീസ് പനീറും ഇതിൽ ഗാർണിഷ് ചെയ്തിട്ടുള്ള കുറച്ച് നട്ട്സും അതേപോലെ ക്യാപ്സിക്കം അതൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല അടിപൊളി പനീർ സ്റ്റാർട്ടർ, പനീർ ലവേഴ്സിന് ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ്. അടുത്തത് നമുക്ക് ഇവരുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ്. ഇതിന്റെ കൂടെ റൈത്തയുണ്ട്. ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം, നല്ലൊരു ടിപ്പിക്കൽ റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള ഫ്രൈഡ് റൈസ് തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇവരുടെ ഫ്രൈഡ് റൈസിന്റെ വേറൊരു വെറൈറ്റി വേർഷൻ ആണ്. ഇതാണ് ഇവരുടെ ഷെയ്സ്വാൻ ഫ്രൈഡ് റൈസ്. ഇതിനും ഒരു സ്പെഷ്യൽ കളറാണ്, ആ ഷെയ്സ്വാൻ സോസിന്റെ ആണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇതും കുറച്ചെടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, ഇവരുടെ നോർമൽ ഫ്രൈഡ് റൈസിന്റെ ഒരു സ്പൈസി വേർഷൻ ആണ്. സ്പൈസി ഫുഡ് ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ ഫുഡ് ഐറ്റംസിൽ അവസാനം കഴിച്ചത് ഇവരുടെ ആ ഒരു കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ് ഗാർലിക് നൂഡിൽസ് ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല കിഡിലൻ ഗാർലിക് നൂഡിൽസ്, ശരിക്കും ഒരു ബട്ടർ ഗാർലിക് നൂഡിൽസ് തന്നെയാണെന്ന് പറയാം. ഇത്ര ഗംഭീര ഫുഡിന് ശേഷം ഇവരുടെ പത്തൻസ് ബേക്കറിയിൽ നിന്നും കുറച്ച് സ്വീറ്റ്സ് ആൻഡ് സ്നാക്സ് ആണ് പിന്നെ ഡെസേർട്ടിനായിട്ട് ഓർഡർ ചെയ്തത്. ഇത്രയ്ക്കും കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ് ഡെസേർട്സ് അല്ലെങ്കിൽ സ്വീറ്റ്സ് ഇപ്പൊ അടുത്തൊന്നും ആരും കഴിച്ചിട്ടുണ്ടാവില്ല. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇതെല്ലാം ഇവര് തന്നെ പ്യുവർ മിൽക്ക് പ്രോഡക്ട്സും ഗീ ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന സ്വീറ്റ്സ് ആണ്. പല വെറൈറ്റിയിലുള്ള ലഡ്ഡൂസ് വരുന്നുണ്ട്, ബർഫീസ് വരുന്നുണ്ട്, ഹൽവ വരുന്നുണ്ട്, സോൻ പാപ്പടി വരുന്നുണ്ട്, മൈസൂർ പാക്ക് വരുന്നുണ്ട്. അങ്ങനെ പലതരം സ്വീറ്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഇതെന്തൊക്കെയാണ് നമുക്ക് വിസ്തരിച്ചൊന്ന് കാണാം. പിന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിന്റെ ഒക്കെ കിലോ റേറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഇവരുടെ ബാദുഷ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രഡീഷണൽ സ്വീറ്റ്സിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഐറ്റമാണ്. കൊള്ളാം, സാധാരണ കാണാറുള്ളത് പോലെ ഓവർ സ്വീറ്റ് അല്ല, നല്ല ബാലൻസ്ഡ് സ്വീറ്റ്നെസ് ഉള്ള ഒരു ഐറ്റമാണ്. പിന്നെ കഴിച്ചത് കൂടുതലും തമിഴ്നാട്ടിലൊക്കെ ഫേമസ് ആയിട്ടുള്ള കേസരിയാണ്. ഇതും വളരെ ഇഷ്ടമുള്ള ഒരു സ്വീറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അസല് കേസരി, ആ ടേസ്റ്റ് അത് തന്നെയാണ്. പക്ഷെ കളറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്.
പിന്നെ ട്രൈ ചെയ്തത് ബർഫികളിൽ വളരെ ഫേമസും ഇഷ്ടമായിട്ടുള്ള കോക്കനട്ട് ബർഫിയാണ്. അപ്പൊ അതൊന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം. ആഹാ, നല്ല പെർഫെക്റ്റ് കോക്കനട്ട് ബർഫി. ഇതും ഓവർ സ്വീറ്റ് അല്ല. പിന്നെ ട്രൈ ചെയ്തത് എന്റെ മദറിന് ഇഷ്ടമുള്ള ഐറ്റം ആണ്. ഇതാണ് ഗീ മൈസൂർ പാക്ക്. അതിന്റെ ക്യാരറ്റ് ഫ്ലേവർ ആണ്. ക്യാരറ്റിന്റെ ഫ്ലേവർ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ല പ്യോർ ഗീ മൈസൂർ പാക്ക്. ശരിക്കും അലിഞ്ഞു പോയി. മൈസൂർ പാക്ക് ലവേഴ്സിന് ഇതൊരു മസ്റ്റ് ഐറ്റം തന്നെയാണ്. പിന്നെ ട്രൈ ചെയ്തത് ഇവരുടെ പിസ്ത ബർഫിയാണ്. അത് കളർ കാണുമ്പോൾ തന്നെ അറിയാം പിസ്ത ഫ്ലേവറിലുള്ള ഒരു സംഗതിയാണെന്ന്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അതായത് പിസ്തയുടെ ഫ്ലേവറും ഉണ്ട്, നട്ട്സും വരുന്നുണ്ട്. പിന്നെ കഴിച്ചത് ഇവരുടെ മിൽക്ക് പേടയാണ്. ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ കോമൺ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ്. ഇതും ഒരു ബൈറ്റ് എടുത്താൽ പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന മറ്റൊരു ഐറ്റം ആണ്. പിന്നെ ട്രൈ ചെയ്തത് ഇവരുടെ ബൂസ്റ്റ് ബർഫിയാണ്. ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്ലേവർ ട്രൈ ചെയ്യുന്നത്. കൊള്ളാം, ബൂസ്റ്റ് പൗഡർ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ബർഫിയാണ്. പിന്നെ ട്രൈ ചെയ്തത് ഇവര് സജസ്റ്റ് ചെയ്ത ഫ്രൂട്ടി ബർഫിയാണ്. ഇതൊരു ഫാസ്റ്റ് സെല്ലിംഗ് ബെസ്റ്റ് സെല്ലർ ആണെന്നാണ് പറഞ്ഞത്. ടൂട്ടി ഫ്രൂട്ടി ആണ് ഇതിൽ വരുന്നത്. അപ്പൊ അത് ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും. പിന്നെ ട്രൈ ചെയ്തത് ഈക്വൽ നമ്പർ ഓഫ് ലവേഴ്സും ഹേറ്റേഴ്സും ഉള്ള ഒരു സ്വീറ്റ് ആണ്, സോൻ പാപ്പടി. ആദ്യമൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ തോന്നി ഈ നാരുള്ള സ്വീറ്റ് കടിച്ചത് എന്താണ് ചിലർക്ക് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം. പിന്നെ ട്രൈ ചെയ്തത് ഇവരുടെ പൈനാപ്പിൾ ഹൽവയാണ്. അത് ഇവരുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം ആണെന്നാണ് പറഞ്ഞത്. കൊള്ളാം, ആദ്യമായിട്ടാണ് ഈ ഫ്ലേവറിലുള്ള ഹൽവ കഴിക്കുന്നത്. നാച്ചുറൽ പൈനാപ്പിളിന്റെ ആ പൾപ്പ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഹൽവയാണ്. പിന്നെ ട്രൈ ചെയ്തത് ഇവരുടെ സ്പെഷ്യൽ ഡേറ്റ്സ് ഹൽവയാണ്. അപ്പൊ ഇത് ഇത്രയും റിച്ച് ആയിട്ടുള്ള ഒരു ഹൽവ ആയതുകൊണ്ട് ഇവർ സജസ്റ്റ് ചെയ്തതാണ്. കൊള്ളാം, ഇതിൽ ഡേറ്റ്സിന്റെ പീസസ് വരുന്നുണ്ട്, നട്ട്സ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ല റിച്ച് ഹൽവ തന്നെയാണ്. അടുത്തത് ഇവരുടെ ലഡു ആണ്. എനിക്ക് ലഡു അത്ര ഇഷ്ടമല്ല, പക്ഷെ ഇവര് സജസ്റ്റ് ചെയ്തതാണ് ഇവരുടെ ബെസ്റ്റ് സെല്ലർ ആണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവരുടെ നോർമൽ ലഡു, അത് കളർഫുൾ ലഡു ആണ്. ഓവർ സ്വീറ്റ് അല്ലാത്ത ഒരു നോർമൽ ലഡു ആണ്. പിന്നെ ട്രൈ ചെയ്തത് ഇവരുടെ മറ്റൊരു സ്പെഷ്യൽ ലഡു ആണ്, ഡേറ്റ്സ് ലഡു. എവിടെ അധികം കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ഇതൊന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം. സാധാരണ ലഡുവിനേക്കാളും കുറച്ച് ഹാർഡായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം അത് ഡേറ്റ്സും നട്ട്സ് ഒക്കെ അരച്ചിട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു. പിന്നെ ട്രൈ ചെയ്തത് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള റവ ലഡു ആണ്. നല്ല ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ഇതിൽ നട്ട്സ് വരുന്നുണ്ട്, കിസ്മിസ് വരുന്നുണ്ട്. നല്ലൊരു കിടിലൻ ഐറ്റം. ഇതിനൊരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെ വരുന്നുണ്ട്. പിന്നെ ട്രൈ ചെയ്തത് നോർത്ത് ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ള മോത്തിച്ചൂർ ലഡു ആണ്. ഇത് എനിക്കും ഇഷ്ടമാണ്. നോർമൽ ലഡുവിനേക്കാളും ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ്. കുറച്ചും കൂടി സോഫ്റ്റ് ആണ്. പിന്നെ ട്രൈ ചെയ്തത് ഇവരുടെ വേർഷൻ ഓഫ് കോക്കനട്ട് ലഡു ആണ്. സാധാരണ രീതിയിൽ തേങ്ങ ചിരവിയത് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വെള്ള ലഡു ആണ്. ഇവിടെ സാധാരണ ലഡുയുടെ മേലെ തേങ്ങ ചീവി ഇട്ടിരിക്കുകയാണ്. ഒരു വെറൈറ്റി ഐറ്റം. പിന്നെ ട്രൈ ചെയ്തത് ഇവരുടെ സ്നാക്കാണ്, പരിപ്പ് വട. 12 രൂപയ്ക്ക് നല്ല ക്രിസ്പി പരിപ്പ് വടയാണ്. അപ്പൊ നല്ല ചൂടുള്ള ചായയുടെ കൂടെ ഒരു കിടിലൻ സംഭവമായിരിക്കും. പിന്നെ നമ്മുടെ ഫ്രണ്ടിന് ഇഷ്ടമായിട്ട് ഓർഡർ ചെയ്തതാണ് ഇവരുടെ ഈ ഇലയട. 30 രൂപയ്ക്ക് നല്ല ക്വാണ്ടിറ്റി ഉള്ളത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. നല്ലൊരു ഫ്രഷ്നെസ് പോലെ ഫീൽ ചെയ്തു. നന്നായി തേങ്ങയും പഴം പുഴുങ്ങിയതിന്റെ കഷ്ണവും ശർക്കരയൊക്കെ നിറച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഒരു കഷ്ണം പൊട്ടിച്ച് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ല സ്വീറ്റ് സിമ്പിൾ അട. അപ്പൊ ഇന്നത്തെ ഒരു ഗംഭീര ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ്. അങ്ങനെ അവസാനം ഇവിടെ വന്ന് കഴിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം തോന്നി. ഇവിടുത്തെ മസാല ദോശ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഡിഷസ് മാത്രമല്ല, ഇവരുടെ നോർത്ത് ഇന്ത്യൻ ഡിഷസും അതുപോലെ ചൈനീസ് ഡിഷസും എല്ലാം ഒന്നിനോടൊന്ന് മെച്ചം തന്നെയാണ്. പിന്നെ ഇവരുടെ ഫുഡിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ശരിക്കും ആ റേറ്റിന് വെർത്തായിട്ടാണ് തോന്നിയത്. അതേപോലെ ഇവരുടെ സർവീസും ഹോസ്പിറ്റാലിറ്റിയും വളരെ മികച്ചതായിരുന്നു. പിന്നെ ഇവരുടെ റെസ്റ്റോറന്റിലേക്ക് പോകുമ്പോഴും അവിടെ നിന്ന് വരുമ്പോഴും ഇവരുടെ ബേക്കറിയിലൂടെ കണ്ണോടിക്കാതെ നമുക്ക് പോവാൻ പറ്റില്ല. അത്രയ്ക്കും അട്രാക്റ്റീവ്, കളർഫുൾ ആൻഡ് ടെംപ്റ്റിംഗ് ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കളേഴ്സ് ഒക്കെ നാച്ചുറൽ കളേഴ്സ് ആണ്, ഒന്നും ആർട്ടിഫിഷ്യൽ അല്ല. പിന്നെ ഇതിലുള്ള എല്ലാ ഐറ്റംസും ബൾക്കായിട്ട് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. അല്ലെങ്കിൽ സിംഗിൾ പീസ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ അതും വെയിറ്റ് നോക്കിയിട്ടാണ് അവർ റേറ്റ് തീരുമാനിക്കുന്നത്. പിന്നെ ഗുലാബ് ജാമുന് മാത്രം പീസിന്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പാർക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ലിമിറ്റഡ് സ്പേസ് ആണുള്ളത്. അതായത് ഈ കാണുന്ന ഒരു സ്പേസ് ആണ് ഇവരുടെ ഹോട്ടലിലേക്കും റെസ്റ്റോറന്റിലേക്കും വരുന്ന ആൾക്കാർക്ക് പാർക്ക് ചെയ്യാനായിട്ടുള്ളത്. ഇനി ഇവിടെ പാർക്കിംഗ് കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഒരുപാട് പേ ആൻഡ് പാർക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലി ആയി വന്ന് ഇവിടെ വന്ന് കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.